സർക്കാർ പരിപാടികൾക്കായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ടുവാരാൻ നീക്കം. വൃത്തി കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. 8 കോടിയിലധികം രൂപയാണ് 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുക. മാലിന്യ സംസ്കരണത്തിലെ സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഏപ്രിൽ 9 മുതൽ 13 വരെ കോൺക്ലേവ് നടത്തുന്നത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങൾ നൽകാനായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, സർക്കാർ പരിപാടികൾക്കായിട്ടാണ് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ടുവാരാനായിട്ടൊരു നീക്കം മുന്നോട്ട് വരുന്നത്. വൃത്തി കോൺക്ലേവിന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം. കാരണം സർക്കാരിന് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ട രീതിയിൽ നടപടികൾ എടുക്കാൻ, അല്ല വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് പൈസ ചെലവാക്കുമ്പോഴും വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വീണ്ടും സർക്കാർ കൈയിട്ടുവാരുന്നു. എന്തിനാണ് അങ്ങനൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്? ശരിക്കും ഫണ്ടില്ലാത്തൊരവസ്ഥയിലേക്ക് കേരള സർക്കാർ മാറിയിട്ടുണ്ടോ, അതോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ്? ചില ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു പിടിവാശിയിൽ നിൽക്കുന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രജിത്ത്. അഞ്ജന, ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതിന് കേരള സർക്കാരിനെയും ഇവിടുത്തെ മറ്റു വകുപ്പുകളെയും ഒക്കെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം എടുത്തിട്ട് കുടഞ്ഞത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയധികം വലിയ നാണക്കേട് സംസ്ഥാനത്തിനുണ്ടാക്കിയിട്ടുള്ള ഒരു വീഴ്ച മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നാളുകൾക്കിപ്പുറത്ത് ഒരു വൃത്തി എന്ന പേരിൽ ഒരു കോൺക്ലേവ് തന്നെ സംഘടിപ്പിക്കാൻ സർക്കാർ മുതിരുന്നു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ കോൺക്ലേവിനായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിലും പ്ലാൻ ഫണ്ടിലുമൊക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലുമൊക്കെ ഇങ്ങനെ കൈയിട്ട് വരാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ ഒരു പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ പലതും വളരെ രസകരമാണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരമൊരു കോൺക്ലേവ് ഏപ്രിൽ 9 മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് സർക്കാർ സംഘടിപ്പിക്കുന്നു. അത് തന്നെ വലിയ വിരോധാഭാസമാണ്. അപ്പോഴാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളും, അതായത് ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടാൻ എന്ന രീതിയിലാണ് സർക്കാർ ഈ കോൺക്ലേവ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പതിവ് സർക്കാരിൻ്റെ ഒരു PR എക്സസൈസ് മാത്രമാണ് ഈ കോൺക്ലേവ് എന്നുള്ളത് പ്രാഥമികമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഇത്തരമൊരു PR പ്രചാരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ട് വരാൻ ഒരു നീക്കം നടത്തുന്നത്. നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സിൻ്റെ സംഘാടകർക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് ഫണ്ട് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നുള്ളൊരു നിർദ്ദേശം വലിയ വിവാദമായിരുന്നു. പിന്നാലെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ യഥേഷ്ടം ഫണ്ട് കൈമാറാനുള്ള ഉത്തരവൊക്കെ ഇറക്കിയ സർക്കാർ കൂടിയാണ്. അപ്പോൾ അതെല്ലാം വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള പ്രവൃത്തികൾ പോലും നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സമയത്ത്, കൃത്യമായി ബജറ്റ് വിഹിതം പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാത്തൊരു സാഹചര്യത്തിൽ, പാലിയേറ്റീവ് കെയർ പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനും പണമില്ലാതെ അവർ ബുദ്ധിമുട്ടിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി പണം ഈടാക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏപ്രിൽ 9 മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന ഈ കോൺക്ലേവിന് വൃത്തി കോൺക്ലേവ്, അതായത് വൃത്തി ദ ക്ലീൻ കേരള കോൺക്ലേവ് എന്നാണ് വിളിക്കുന്നത്. ഈ കോൺക്ലേവിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളും ഇതിന് പണം നൽകണം എന്നുള്ളതാണ് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത്. അതിൽ ഓരോ തദ്ദേശ സ്ഥാപന വിഭാഗത്തിനും പ്രത്യേകം കോട്ട നിശ്ചയിച്ച്, പ്രത്യേകം എമൗണ്ട് നിശ്ചയിച്ച്, റേറ്റ് നിശ്ചയിച്ചാണ് സർക്കാർ ഈ ഉത്തരവിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകൾ, ഓരോ ഗ്രാമപഞ്ചായത്തുകളും 25,000 രൂപ വെച്ച് സർക്കാരിന് നൽകണം. സർക്കാരിനെന്ന് പറയുമ്പോൾ അത് ശുചിത്വ മിഷന്റെ പേരിലാണ് പണം നൽകേണ്ടത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകൾ 2 ലക്ഷം, ജില്ലാ പഞ്ചായത്തുകൾ 5 ലക്ഷം, മുനിസിപ്പാലിറ്റികൾ 2 ലക്ഷം, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 5 ലക്ഷം എന്നുള്ളതാണ് സർക്കാർ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ഈ റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് തന്നെ ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റിൽ നിന്ന്, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് എന്നിവയിൽ നിന്ന് കണ്ടെത്തണമെന്നുള്ള സർക്കാർ പറയുന്നത്. മറ്റൊരു കൗതുകകരമായ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ന്യായീകരണത്തിലുള്ള ചില കാര്യങ്ങൾ എപ്പോഴും ഇത്തരം ഉത്തരവുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സർക്കാർ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന്, സ്പോൺസർമാരിൽ നിന്നൊക്കെ കണ്ടെത്തണം. 8 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും 8 കോടി 13 ലക്ഷം രൂപ ഈ കണക്ക് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന് ശുചിത്വ മിഷന് ഈ ക്ലീൻ കേരള കോൺക്ലേവ് നടത്താൻ, വൃത്തി കോൺക്ലേവ് നടത്താൻ നൽകേണ്ടതുണ്ട്. ഇതിൽ പുറമെ വീണ്ടും ഈ ഉത്തരവിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. ഒന്ന്, ഈ കോൺക്ലേവ് നടക്കുന്ന ദിവസങ്ങളിൽ 9
മുതൽ 13 വരെയുള്ള കോൺക്ലേവ് നടക്കുന്ന ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ഈ കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഇതിൽ ഈ ജീവനക്കാർക്ക് കോൺക്ലേവിന് ജോലി മുടക്കി കോൺക്ലേവിന് പോകുന്ന സമയത്ത് അതിന് പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നൊക്കെയാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ആ ഒരു ഉത്തരവ് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവരുടെ യാത്രാ ചെലവ് അടക്കമുള്ള കാര്യങ്ങൾ, മറ്റനുബന്ധ ചെലവുകൾ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ വഹിക്കണം. വീണ്ടും ആ ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം പറയുന്നു. അതിനൊപ്പം തന്നെ ഈ കോൺക്ലേവിന് മുന്നോടിയായി പ്രാദേശിക തലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ പ്രദേശങ്ങളിലുമൊക്കെ വിവിധ പരിപാടികൾ നടത്തണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഈ ക്ലീൻ കേരള കോൺക്ലേവിന് ഒരു പ്രചാരണ ആയുധം എന്ന നിലയിൽ നിരവധി പരിപാടികൾ നടത്തണം. ആ പരിപാടികൾ എന്ന് പറയുന്നത് എക്സിബിഷൻ സ്റ്റാളുകൾ, മത്സരങ്ങൾ, ഡെമോൺസ്ട്രേഷനുകൾ തുടങ്ങിയവ നടത്തണമെന്നും ആ നടത്തുന്ന പദ്ധതികൾക്ക് അല്ലെങ്കിൽ നടത്തുന്ന പരിപാടികൾക്കുള്ള ചെലവും തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണമെന്നുള്ളതാണ്. അത് 8,13,00,000 രൂപ സംസ്ഥാനത്തെ 1,200 തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന് ഈ കോൺക്ലേവ് നടത്താൻ സർക്കാരിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ കൊടുക്കണമെന്നും ഇരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് അതിന് പോകുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം, അവരുടെ യാത്രാ ചെലവുകൾ വഹിക്കണം. അതിന് മുന്നോടിയായി നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പണം കണ്ടെത്തി നടത്തണമെന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഈ വിചിത്രമായ ഉത്തരവിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് പണം നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതും ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തത് കൊണ്ട് വിവിധ തരത്തിലുള്ള അസുഖങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ പടർന്നു പിടിക്കുന്നതിന് കാരണക്കാരായ സർക്കാരിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ സ്വന്തം ഫണ്ടിൽ നിന്ന് പണം എടുത്ത് നൽകേണ്ട അവസ്ഥയിലുമാണ് സംസ്ഥാനത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. അതായത് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിന് പണം നൽകണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ ആവശ്യപ്പെട്ടപ്പോഴും സമാനമായ രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോഴാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായ കേരളം പൊതുവെ പരാജയപ്പെട്ടു എന്ന് പലപ്പോഴും വലിയ വിമർശനങ്ങളും ഒക്കെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് രോഗങ്ങൾ പടർന്നു പിടിക്കാനൊക്കെ കാരണമായ മാലിന്യ നീക്കത്തിലെ അടക്കം പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം വിമർശിച്ചൊരു വിഷയത്തിൽ, സംസ്ഥാനത്തിന് പൊതുവെ വലിയ വിമർശനങ്ങൾ ഏൽക്കുന്നൊരു വിഷയത്തിൽ അതിൻ്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കണം. അതായത് മാലിന്യ നീക്കത്തിലെ നേട്ടങ്ങൾ എടുത്തു കാട്ടാൻ സർക്കാർ നടത്തുന്ന ഒരു PR എക്സസൈസും ആ എക്സസൈസിന് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വേണമെന്നുള്ള വിചിത്ര ഉത്തരവാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. യെസ്.